പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിലെ റെയ്ഡിന് ശേഷം മടങ്ങിയ ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് രാജ്യത്തിനെതിരായ കുറ്റകൃത്യമെന്ന് കോടതി. കർത്താവ്യ തന്നെ രാജ്യദ്രോഹി എന്നൊക്കെ നമ്മളിത്ര ഫേമസ് ആയ കർത്താവെ നമ്മളെ പോലീസ് ഓടിക്കുന്നാണോ തോന്നുന്നത്. ഇത് രാജ്യത്തിനെതിരായ അതിക്രമമാണ്. ഈ പ്രതികൾക്ക് ജാമ്യം നൽകി പുറത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ അത് രാജ്യത്തിന്റെ തന്നെ പൊതുജനങ്ങൾക്ക് ഒരു തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. കാരണം എന്താണ് അവിടെ നടന്നതെന്നുള്ള കാര്യം ചാനലുകളിലൂടെ എല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഇരയായത് അതിൽ 2 വാഹനങ്ങൾ പൂർണ്ണമായി അടിച്ച് തകർക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് 25 പേരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ റിമാൻഡിലുള്ളത്. നമ്മുടെ ഇട്ടാവട്ടത്തോടെ കളിച്ചോണ്ടിരുന്നമാരല്ലേ? അതെ അതെ, കണ്ണടച്ച് തുറക്കുമ്പോഴത്തേനല്ലേ ഇവന്മാര് വലിയ രാജ്യദ്രോഹികളായത്. എന്നാ വളർച്ച! ഇത് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപന കാരണമല്ല ഇതിന്റെ പിന്നിൽ. ഇത് കൃത്യമായ ആസൂത്രണത്തോടുകൂടി നടത്തിയ ഒരു അക്രമമായിരുന്നു. കൂടിയത് പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, നമ്മുടെ ഈ നഗരത്തിലെ പിണറായിയെ സ്നേഹിക്കുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ അവിടെ വന്നു. അത് മാത്രമല്ല, ഇ.ഡി. ഉദ്യോഗസ്ഥരെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തിയ ഒരു അക്രമമായിരുന്നു ഇത് എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം. രാജ്യദ്രോഹത്തിന് കൂട്ടുനിൽക്കുന്നോടാ റാസ്കൽ. ഇവിടെ തകർക്കപ്പെട്ടിരിക്കുന്നത് ഇ.ഡിയുടെ ഉടമസ്ഥതയിലുള്ള കാറുകളല്ല, മറിച്ച് ഇ.ഡി. ഉദ്യോഗസ്ഥർ എത്തിയ ടാക്സി കാറുകളാണ്. പക്ഷേ ആ വാഹനങ്ങൾ അടിച്ചു തകർത്ത സംഭവം അത് പൊതുമുതൽ നശിപ്പിച്ചതാണ്. അതും വലിയ കുറ്റകൃത്യമായി കോടതി കണക്കാക്കും. എന്തായിരുന്നാലും സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു അക്രമം നടന്നു കഴിഞ്ഞാൽ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നിരീക്ഷണങ്ങൾക്ക് അപ്പുറം ഇത് രാജ്യത്തിനെതിരായ കുറ്റമാണ്. നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. മനഃപൂർവ്വമുണ്ടായ ഒരു പെട്ടെന്നുണ്ടായ പ്രകോപന കാരണമല്ല, മറിച്ച് കൃത്യമായ ആസൂത്രണത്തോടു കൂടി ഇ.ഡി. ഉദ്യോഗസ്ഥരെ കൊല്ലണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നടത്തിയ കൊലപാതകം എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടിയാണ്. ഗുരുതരമായ വരട്ടടാ പോലീസോ, വേണമെങ്കിൽ പട്ടാളം തന്നെ വരട്ടടാ. ആറ്റം ടാങ്ക് പോലെ നിൽക്കും. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ.